വിഴിഞ്ഞം നിക്ഷേപത്തെക്കുറിച്ചുള്ള യാഥാർത്ഥ്യങ്ങളിലേക്കാണ് ഇന്നത്തെ ഫാക്ട് ആൻഡ് ഫോക്കസ്. അദാനി പോർട്സും മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയും തമ്മിലുള്ള നിക്ഷേപ ആലോചനയെ മുൻനിര മാധ്യമങ്ങളെല്ലാം ഇടപാടുകൾ പൂർത്തിയായെന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത്. കേരളത്തിന്റെ വികസിത ഭാവിയുടെ താക്കോൽ എന്ന് പോലും വിശേഷിപ്പിക്കാവുന്ന വിഴിഞ്ഞം തുറമുഖത്തിൽ അദാനി പോർട്സിനുള്ള ഓഹരികളുടെ 49% 13,000 കോടിയിലധികം രൂപ ചെലവിട്ട് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി സ്വന്തമാക്കുന്നത് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെ എല്ലാവരും പത്രമാധ്യമങ്ങളിലൂടെ അറിഞ്ഞ ഒരു പ്രത്യേക സാഹചര്യം. സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു അറിവും ലഭിച്ചിട്ടില്ലെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ വാക്കുകൾ. അതേസമയം സർക്കാർ അറിയാതെ യാതൊരു നിക്ഷേപാലോചനയും സാധ്യമല്ലെന്നും സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിക്കുന്നതും നമ്മൾ കണ്ടു. എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം? അദാനി പോർട്സും കേരള സർക്കാരും തമ്മിലുള്ള കരാർ പ്രകാരം ഇത് സാധ്യമാണോ? പത്രമാധ്യമങ്ങളിൽ പ്രചരിച്ച വാർത്തകളിൽ എത്രത്തോളം സത്യമുണ്ട്? വിഴിഞ്ഞം തുറമുഖം മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ കുത്തകയായി മാറുമോ? പരിശോധിക്കാം. ആദ്യം വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ച് പറഞ്ഞു തന്നെ തുടങ്ങണം. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലുകളായ അൾട്രാ ലാർജ് കണ്ടെയ്നർ വെസലുകൾക്ക് വരെ അടുക്കാൻ കഴിയുന്ന ഇന്ത്യയിലെ ഏക തുറമുഖമാണ് വിഴിഞ്ഞം. വിഴിഞ്ഞം തീരത്തിന് 20 മുതൽ 24 മീറ്റർ വരെ സ്വാഭാവിക ആഴമുണ്ട്. അതിനാൽ വൻകിട കപ്പലുകൾക്ക് യാതൊരു തടസ്സവുമില്ലാതെ ഇവിടെ എത്താൻ സാധിക്കും. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സൂയസ് മലാക്ക അന്താരാഷ്ട്ര കപ്പൽ പാതയ്ക്ക് തൊട്ടടുത്താണ് വിഴിഞ്ഞം സ്ഥിതി ചെയ്യുന്നതെന്നും മറ്റൊരു സവിശേഷതയാണ്. ചുരുക്കത്തിൽ കേരളത്തിന്റെയും ഇന്ത്യയുടെയും ആഭ്യന്തര വിപണിക്ക് വലിയ കുതിപ്പ് നൽകാൻ ശേഷിയുള്ള പദ്ധതിയാണ് വിഴിഞ്ഞം തുറമുഖം. വിഴിഞ്ഞം പദ്ധതിക്ക് ആവശ്യമായ എല്ലാ കേന്ദ്ര പരിസ്ഥിതി അനുമതികളും മറ്റു ക്ലിയറൻസുകളും നേടിയെടുത്ത് യാഥാർത്ഥ്യത്തിലേക്ക് അടുപ്പിച്ചത് ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നു. അദാനിയുമായി കരാർ സ്ഥാപിച്ചതും ആ കാലത്തു തന്നെ. 2015 ഓഗസ്റ്റിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുണ്ടാക്കിയ കൺസെഷൻ കരാർ പ്രകാരം 2055 വരെയായിരുന്നു അദാനിക്ക് തുറമുഖം കൈവശം വയ്ക്കാവുന്ന കാലാവധി. നിർമ്മാണം ഏറ്റെടുത്ത വർഷം മുതൽ 40 വർഷത്തേക്ക് എന്നതാണ് കരാറിലുള്ളത്. തുറമുഖ നിർമ്മാണത്തിനുള്ള 70% കേരള സർക്കാർ നൽകുമെന്നും ബാക്കി 30% അദാനി പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എടുക്കണമെന്നുമായിരുന്നു കരാറിലെ വ്യവസ്ഥ. 40 വർഷം കൈവശം വയ്ക്കാനുള്ള അനുമതി നൽകിയെങ്കിലും ഭൂമിയുടെ പരിപൂർണ ഉടമസ്ഥാവകാശം കേരള സർക്കാരിന് തന്നെയാണ്. ശേഷം ആദ്യഘട്ട നിർമ്മാണ പൂർത്തീകരണം അദാനി പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് നടപ്പിലാക്കാത്തതുകൊണ്ട് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ആർബിട്രേഷൻ നടപടികളിലേക്ക് കടക്കാനുള്ള ഒരുക്കമുണ്ടായിരുന്നെങ്കിലും സപ്ലിമെന്ററി അഗ്രിമെന്റിലൂടെ അദാനി പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഭാഗത്ത് നിന്നും സംഭവിച്ച കാലതാമസം സർക്കാർ മാപ്പാക്കുകയായിരുന്നു. അതോടെ കരാർ കാലാവധി 2060 മാറി. 5 വർഷം കൂടി LDF സർക്കാർ കൂട്ടി നൽകി. ഇതിന്റെ കൂടെ മറ്റൊരു സാധ്യത കൂടി അദാനി പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിന് മുന്നിലുണ്ട്. 2015 ഒപ്പുവെച്ച കരാർ പ്രകാരം 30 വർഷത്തിനുള്ളിൽ അദാനി കമ്പനി തുറമുഖം വികസിപ്പിച്ച് പരിപൂർണ ശേഷിയിലേക്ക് എത്തിച്ചെങ്കിൽ സർക്കാരിന്റെ സമ്മതത്തോടെ അദാനി കമ്പനിക്ക് താല്പര്യമുണ്ടെങ്കിൽ 20 വർഷം കൂടി കൂടുതൽ തുറമുഖത്തിന്റെ കൈവശാവകാശം സ്വന്തമാക്കാം. എന്നാൽ സപ്ലിമെന്ററി കരാറിലൂടെ ഈ 30 വർഷത്തിന്റെ കണക്ക് അദാനി പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിന് നേരത്തെയാക്കേണ്ടി വന്നു. 2028 തുറമുഖത്തെ പരിപൂർണ ശേഷിയിലേക്ക് എത്തിക്കുമെന്നാണ് വാഗ്ദാനം ചെയ്തത്. അത് പൂർത്തിയാക്കാൻ സാധിച്ചാൽ അദാനിക്ക് വിഴിഞ്ഞം തുറമുഖം 2080 വരെ കൈവശം വയ്ക്കാം. അതിനുശേഷം സർക്കാർ ചിലവഴിച്ച തുകയോടുകൂടെ തുറമുഖം സർക്കാരിന് തിരിച്ചു നൽകിയാൽ മതിയാവും. ഈ ചിത്രം മനസ്സിലുണ്ടാവുമ്പോൾ മാത്രമേ തുടർകാര്യങ്ങൾ വ്യക്തമാവൂ. ചുരുക്കത്തിൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സർക്കാരിനാണ്. 40 വർഷത്തെ നിർമ്മാണ നടത്തിപ്പ് അവകാശമാണ് അദാനിക്കുള്ളത്. 2028 തുറമുഖത്തെ പരിപൂർണ ശേഷിയിലേക്ക് എത്തിക്കാൻ സാധിച്ചാൽ 20 വർഷം കൂടി കൈവശം വയ്ക്കാൻ അദാനി കമ്പനിക്ക് സാധിക്കും. അപ്പോഴും ഒരു കാര്യം അടിവരയിടാനുണ്ട്. സർക്കാരിന് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് സവിശേഷ അധികാരങ്ങളുണ്ട്. അതാണ് നമ്മുടെ കരാറിന്റെ സ്വഭാവം. ഇനി നിലവിലുള്ള വിഷയത്തിലേക്ക് വരാം. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി അദാനി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ 49% ഓഹരികൾ സ്വന്തമാക്കി 13,000 കോടിയിലേറെ രൂപ നിക്ഷേപം നടത്തിയിട്ടുണ്ടോ? ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. അങ്ങനെ ഒരു പ്രപ്പോസൽ അദാനി കമ്പനിക്ക് മുന്നിലുണ്ടെന്നേ ഉള്ളൂ. അത് യാഥാർത്ഥ്യമാവണമെങ്കിൽ കേരള സർക്കാരിന്റെ അനുമതി ആവശ്യമുണ്ട്. അപ്പോൾ പത്രങ്ങളിൽ നിക്ഷേപം നടന്നുവെന്ന് പ്രചരിച്ചതോ? അത് തികച്ചും തെറ്റായ വാർത്തയാണ്. മലയാളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. ദേശാഭിമാനി ഇത് LDFന്റെ ഭരണ നേട്ടമാണെന്ന് വരെ അവകാശപ്പെടുകയുണ്ടായി. പിന്നീടാണ് പറ്റിയ അമളി മനസ്സിലായത്. ഇപ്പോഴും ചില പത്രങ്ങൾ നിക്ഷേപം നടന്നുവെന്ന രീതിയിലുള്ള തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ഈ അവസരത്തിൽ അദാനി പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിനും കേരള സർക്കാരിനും ഇടയിലുള്ള കരാറിന്റെ സെക്ഷൻ 5 ക്ലോസ് 3 കൂടി എടുത്തു പറയേണ്ടതുണ്ട്. കരാറിലെ ഈ സെക്ഷൻ പ്രകാരം 25% മുകളിലേക്കുള്ള ഓഹരി കൈമാറ്റം കൈവശാവകാശത്തിന്റെ കൈമാറ്റമായി കണക്കാക്കപ്പെടും. അതിന് സർക്കാരിന്റെ അനുമതി പ്രത്യേകം വാങ്ങേണ്ടതുണ്ട്. എന്നാൽ നിലവിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല.
അതില്ലാതെ എങ്ങനെയാണ് അദാനി ഓഹരി കൈമാറ്റത്തിനുള്ള തീരുമാനമെടുക്കുക എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വാർത്താ സമ്മേളനത്തിലുള്ള ചോദ്യം. സർക്കാർ സമ്മതം നൽകിയെന്ന് ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലാത്ത സാഹചര്യത്തിൽ എന്ത് ധൈര്യത്തിലാണ് അദാനി കമ്പനി ഓഹരി കൈമാറ്റത്തിനുള്ള അപേക്ഷയുമായി സെബിയുടെ മുന്നിലെത്തിയതെന്ന് അതിശയമാണ്. ഈ സാഹചര്യത്തിന്റെ ദുരൂഹത മുഖ്യമന്ത്രിയുടെ മംഗലാപുരം യാത്രയുമായി കൂട്ടിക്കെട്ടുകയാണ് പ്രതിപക്ഷം. എന്നാൽ മുഖ്യമന്ത്രി തന്നെ ഔദ്യോഗികമായി നിക്ഷേപത്തെക്കുറിച്ച് സർക്കാരിന് അറിവില്ലെന്നും അത് അനുവദിക്കില്ലെന്നും സഭയിൽ അറിയിച്ചിട്ടുണ്ട്. ഇനി അങ്ങനെ ഒരു നിക്ഷേപം നടന്നാൽ ആർക്കാണ് ലാഭം എന്ന് പരിശോധിക്കാം. സംശയിക്കേണ്ടതില്ല, ആദ്യത്തെ ലാഭപ്പറ്റുകാരൻ അദാനി പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് തന്നെ. രണ്ടുണ്ട് അദാനി കമ്പനിക്ക് ഇതിലൂടെ ലാഭം. നിക്ഷേപം സാധ്യമായാൽ 2028 തുറമുഖത്തെ വികസിപ്പിച്ച് പരിപൂർണ ശേഷിയിലേക്ക് എത്തിക്കാൻ സാധിക്കുകയും സർക്കാർ അനുവദിച്ചാൽ അതിലൂടെ 20 വർഷത്തെ കൂടി അധിക കൈവശാവകാശം ലഭിക്കുകയും ചെയ്യുമെന്നതാണ് ആദ്യത്തെ ലാഭം. 2 മാജിക് ഫിഗറിൽ അദാനി പോർട്ട് കമ്പനിക്ക് ലഭിക്കുന്ന സാമ്പത്തിക ലാഭമാണ്. 2000 കോടിക്ക് മുകളിൽ ചിലവഴിച്ചുകൊണ്ട് 13,000 കോടിയിലേറെ രൂപയാണ് നിക്ഷേപം സാധ്യമായാൽ അദാനി കമ്പനിയുടെ പോക്കറ്റിലെത്തുക. രണ്ടാമത്തെ ലാഭപ്പറ്റുകാരൻ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയാണ്. 49% ഓഹരി സ്വന്തമാക്കുന്നതിലൂടെ MSC എന്ന ഈ സ്വിസ് കമ്പനിക്ക് ഇവിടെ കുത്തകയായി മാറാൻ കഴിയും. മറ്റുള്ള കമ്പനികളെ വിഴിഞ്ഞത്തേക്ക് അടുപ്പിക്കാതെയുള്ള കുത്തക ചരക്കു നീക്കം സാധ്യമാകും. അത് വിഴിഞ്ഞത്തിന്റെ വളർച്ചയെ തീർച്ചയായും ബാധിക്കും. ഇനി നഷ്ടക്കണക്കുകളിലേക്ക് വരാം. നിക്ഷേപത്തിന് അനുമതി നൽകിയാൽ സർക്കാരിനും നമുക്കുമാണ് നഷ്ടം. അദാനിക്ക് ലഭിക്കുന്ന വാർഷിക യൂസർ ഫീയുടെ 1% സർക്കാരിന് നൽകണമെന്നതാണ് കരാർ വ്യവസ്ഥ. ഓരോ വർഷം കഴിയും തോറും 1% വീതം പ്രീമിയം ഉയരും. വരുമാന വിഹിതം 40%-ലെത്തിയാൽ പിന്നെ ഉയരില്ല. നിക്ഷേപത്തിന്റെ ചർച്ച വന്നതോടെ സർക്കാരിന്റെ ലാഭവിഹിതവുമായി ബന്ധപ്പെട്ടും ചോദ്യങ്ങൾ ഉയർന്നിരിക്കുകയാണ്. ആകെ യൂസർ ഫീയുടെ 1%ആണോ അതോ അദാനിക്ക് ലഭിക്കുന്ന യൂസർ ഫീയുടെ 1%ആണോ ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നതെന്ന് സാമൂഹിക മാധ്യമങ്ങളിലൂടെ ചോദ്യങ്ങൾ ഉയരുകയാണ്. അദാനി പോർട്ട് ലിമിറ്റഡ് നിക്ഷേപം സ്വീകരിക്കാനുള്ള അപേക്ഷ സർക്കാരിന് നൽകിയ സാഹചര്യത്തിൽ വിദഗ്ധ സമിതിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. നിലവിലുള്ള 2 കരാറുകളും പരിശോധിച്ച് സംസ്ഥാനത്തിന്റെ താൽപര്യം സംരക്ഷിച്ചാവും ഔദ്യോഗിക തീരുമാനമെന്നാണ് കഴിഞ്ഞ ദിവസവും മുഖ്യമന്ത്രി ആവർത്തിച്ചത്. അതങ്ങനെ തന്നെയാവുകയും വേണം. മാറി മാറി മുന്നണികൾ ഭരിച്ചിട്ടും കടവും ബാധ്യതയുമല്ലാതെ ഒന്നും മിച്ചമില്ലാത്ത നാടിന്റെ അവശേഷിക്കുന്ന ആസ്തികളും ഒറ്റുകൊടുക്കപ്പെട്ടുകൂടാ. അതിന് ആർജവമുള്ള തീരുമാനം സർക്കാരിന്റെ ഭാഗത്തു നിന്നും തീർച്ചയായും ഉണ്ടാവണം. മുഖ്യമന്ത്രി VD സതീശന്റെ മംഗലാപുരം സന്ദർശനത്തെയും അവിടെ നടത്തിയ കൂടിക്കാഴ്ചകളെയും ഈ ഇടപാടുകളോട് കൂട്ടിക്കെട്ടുകയാണ് പ്രതിപക്ഷം. പുതുയുഗ ബജറ്റിൽ സമുദ്ര മിഷൻ പ്രഖ്യാപിച്ച ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷ കൊടുത്ത സർക്കാരാണിത്. അതേ പദ്ധതിക്ക് മറവിൽ കേരളത്തിന്റെ തീരങ്ങൾ വിദേശ കുത്തകകൾക്ക് വിൽക്കാൻ നീക്കമുണ്ടെന്നാണ് ആക്ഷേപമുയർന്നത്. ഈ സാഹചര്യത്തിൽ കൃത്യവും വ്യക്തവും സമയാധിഷ്ഠിതവുമായ മറുപടി നൽകാൻ മുഖ്യമന്ത്രിക്ക് ധാർമ്മികമായെങ്കിലും ബാധ്യതയുണ്ട്.